മിക്കവാറും പെണ്ണുങ്ങൾക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ്. സ്വന്തം കൂട്ടുകാരികൾക്ക് നല്ല സുന്ദരനായ ഒരു കാമുകനുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ ഇരിക്കുപൊറുതിയില്ല. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ സ്ത്രീകൾ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് സ്മൃതിയുടെ മെയിൽ കേട്ടു നോക്കണം. മാഡം, എൻ്റെ പേര് സ്മൃതി, യഥാർത്ഥ പേരല്ല. ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 26 വയസ്സുണ്ട്. ഞാൻ വിവാഹിതയല്ല. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴേക്കും അത്ര വലിയ ഹോസ്പിറ്റലൊന്നുമല്ല. ഇവിടുത്തെ ഡോക്ടർ സ്വന്തമായി നടത്തുന്ന സ്ഥാപനമാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. കുറച്ച് പേഷ്യൻസിനെയൊക്കെ അഡ്മിറ്റ് ചെയ്ത് നന്നായി നോക്കി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനം. അത് ടൗണിൽ തന്നെയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരി ലെനയും കോഴ്സ് കഴിഞ്ഞ ഉടനെ ആദ്യം പ്രാക്ടീസിന് കയറിയ ഹോസ്പിറ്റലാണ്. പക്ഷേ ഞങ്ങളുടെ സ്മാർട്ട്നെസ് കണ്ടുകൊണ്ടായിരിക്കും ഞങ്ങളോട് രണ്ടുപേരോടും ഈ ഹോസ്പിറ്റൽ വിട്ടുപോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓർത്തു മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും സാലറി കുറവാണ്, ഇവിടെ നിന്നാലും കണക്കാണ്. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളുടെ ഇഷ്ടം. വലിയ അധ്വാനമുള്ള പണിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാനും കൂട്ടുകാരിയും കുറച്ച് വർഷമായിട്ട് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യകാലത്ത് ഹോസ്റ്റലായിരുന്നു താമസം. ഞങ്ങളോടുള്ള പ്രത്യേക കൺസിഡറേഷൻ പ്രകാരം പുള്ളിക്കാരൻ ഞങ്ങൾക്ക് വേറൊരു വീടിൻ്റെ മുകൾ നിലയിൽ ഞങ്ങൾക്ക് 2 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കി. താഴെ ഇത്തിരി പ്രായമായ ഒരമ്മയും പിന്നെ ഒരപ്പച്ചനുമാണ് താമസം. അവരോട് ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ 2 പേരെയും ശ്രദ്ധിക്കണമെന്ന്. താഴെ താമസിക്കുന്ന അമ്മച്ചി അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾ 2 പേരും കൂടി ഒരുങ്ങി എവിടെയെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ ഇത്രയും ഒരുക്കത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഹോസ്പിറ്റലിലെ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താണ് ഞങ്ങളവിടെ ജീവിച്ചു പോകുന്നത്. പക്ഷേ മുകളിൽ ഞങ്ങളുടെ തട്ടകമാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും കൂടി കളിയും ചിരിയും തമാശകളുമായി മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് 2 പേർക്കും പ്രേമം എന്നുള്ള വികാരം മനസ്സിലുണ്ടെങ്കിലും ഇതുവരെയും പ്രേമിക്കാൻ ഒരാളെ കേട്ടിട്ടില്ല. പലരും പുറകെ നടന്നിട്ടുണ്ടെങ്കിലും നമുക്കൂടെ പ്രേമം തോന്നുന്ന ഒരാൾ വരണ്ടേ. അങ്ങനെ 2 സൈഡും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളെയും കണ്ടുമുട്ടിയിട്ടില്ല. എന്നാൽ ഹോസ്പിറ്റലിൽ പലർക്കും പ്രേമങ്ങളുണ്ട്. അവർ ചുറ്റിക്കറക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും അവൾ എന്നോട് പറയും, എടി, ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഈ വീട്ടിലേക്ക് കാമുകന്മാർ വന്നില്ലെങ്കിലും നമുക്ക് കാമുകന്മാരുമായി ചുറ്റിക്കറങ്ങാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നല്ലൊരു കാമുകനെ കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. എനിക്കാണെങ്കിൽ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. നല്ല ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അടക്കി വയ്ക്കും. അവൾക്കാണെങ്കിൽ ആരെയും പേടിയില്ല. എന്നാലും അവൾക്ക് പറ്റിയ ഒരാളെ കിട്ടുന്നില്ല. ഇതൊക്കെയാണ് അവളുടെ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറയും, എടി, അതൊക്കെ ഡേഞ്ചറസാ, വേണ്ട, നമുക്ക് വീട്ടുകാർ ഒരു ഭർത്താവിനെ ശരിയാക്കി തരും, അയാളെ മതിയെന്നും. വീട്ടുകാർ ശരിയാക്കി തരുന്ന ഭർത്താവ്. എടി, ഒരാളെ നമ്മൾ അടുത്തറിയാതെ വിവാഹം കഴിക്കരുത്. അത് വലിയ അബദ്ധത്തിലേക്ക് കലാശിക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പൊരുത്തമുണ്ടോയെന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി. നീ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും നിനക്ക് ഒരു ബുദ്ധിയും വിവരമില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെന്നെ കളിയാക്കും. എന്തായാലും അവൾ ഒരു കാമുകനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഇത്തിരി പേടിയുമാണ്. മാഡം, കഴിഞ്ഞ വർഷം അവൾ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു, എടി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എൻ്റെ മിഷൻ സക്സസ് ആയി. ഞാൻ ചോദിച്ചു എന്താണെന്നും. എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാൾക്കും എന്നെ ഇഷ്ടമാണ്. എടി കള്ളി, നമ്മൾ ഒരുമിച്ച് താമസിച്ചു. എന്നിട്ടും നീ ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ട് നീ എന്നെ ചതിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടി, അങ്ങനെയല്ല, എനിക്കൊരു ഇഷ്ടമുണ്ട്, എന്നെ നോക്കുന്നു, ഞാനും നോക്കുന്നു. അങ്ങനെ അത് കൺഫേം ആകാതെ പോവുകയായിരുന്നു. 2 പേർക്കും ഇഷ്ടമാണെന്ന് നമ്പർ വാങ്ങിച്ചിട്ട് ഇപ്പോഴാടി പറഞ്ഞത്. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. ചുമ്മാ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കളിയാക്കും. ഒന്നും കൺഫേം ആകാതെ എങ്ങനെയാ പറയുക? ആട്ടെ, ആളാരാടി? എടി, അത് നീ പിന്നെ കണ്ടിട്ടുള്ള ആളാണ്. ഞാൻ കണ്ടിട്ടുള്ള ആളോ? ആരാണത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടി, കഴിഞ്ഞ മാസം നമ്മൾ ഒരു പുതിയ മെഡിക്കൽ റെപ്പിനെ കണ്ടില്ലേ, നമ്മളെ പരിചയപ്പെട്ടില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്. പ്രതീക്ഷ എന്നാണ് പുള്ളിയുടെ പേര്. നീ അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞില്ലേ, സിനിമ നടനെ പോലെയുണ്ട്, ഇങ്ങേർക്ക് വല്ല സിനിമയിലെ അഭിനയിക്കാൻ പോയിക്കൂടെ, എന്തിനാ മെഡിക്കൽ റെപ്പായിട്ട് നടക്കുന്നതെന്ന്. അപ്പം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അല്ലെങ്കിലും മിക്കവാറും മെഡിക്കൽ റെപ്സിനെയൊക്കെ കാണാൻ നല്ല സുന്ദരന്മാരാണെന്ന് പറഞ്ഞ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ? എടി, എന്നിട്ട് നീ എപ്പോഴാടി അവനോട് പ്രേമത്തിലായത്? അങ്ങനെയൊന്നുമില്ലടി. അവനാണെങ്കിൽ എന്നെ അടിമുടി വരുമ്പോഴൊക്കെ സൂക്ഷിച്ച് നോക്കുന്നു. ഞാനും നോക്കി.
സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോഴേ എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ സങ്കല്പത്തിലുള്ള അതേ രൂപം. അതുമാത്രമല്ല, ഇറുകിയ പാൻ്റാണ് ഇട്ടോട്ട് വരുന്നത്. അയാളുടെ പൗരുഷമെല്ലാം ആ ഒരു രൂപഭംഗിയിൽ തന്നെ കാണാമടി. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ഒരു ഉറക്കവുമില്ല. എന്ന് രാത്രി അവൻ എൻ്റെ മുറിയിലേക്ക് വരും. എപ്പോൾ വരും? ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനല്ലടി, എൻ്റെ ഉറക്കത്തിൽ വരും. എൻ്റെ മുറിയിലേക്ക് വരുന്നതായിട്ടും പിന്നെ മറ്റു പലതും ഞാൻ സ്വപ്നം കണ്ടു. കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ കയറി അങ്ങ് കൊണ്ടു. ഞാൻ പറഞ്ഞു, കൊള്ളും സൗന്ദര്യമുള്ള ഒരാണിനെ അടുത്ത് കിട്ടാൻ വേണ്ടി നീ കാത്തിരിക്കരുതല്ലേടി എന്ന് പറഞ്ഞ് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. എടി, അറിയാതെ സംഭവിച്ചു പോയതാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് അവൻ എന്നോട് നമ്പർ ചോദിച്ചു. ഞാനാണെങ്കിൽ കാഷ്വലായിട്ട് അവൻ കൊടുക്കുകയും ചെയ്തു. അങ്ങോട്ടൊന്നും ഞാൻ വിളിച്ചതുമില്ല, മെസ്സേജ് അയച്ചതുമില്ല. അവൻ ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു നമുക്കൊന്ന് കാണാൻ പറ്റുമോയെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തു പോയെന്ന് കണ്ടിടി. അന്ന് ഞാൻ കോഫി ഷോപ്പിൽ പോവുകയാണെന്ന് പറഞ്ഞ് പോയില്ലേ? അതിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കണ്ട് സംസാരിച്ചു. അവനും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. കൺഫേം ആയതുകൊണ്ടാണ് ഞാനിപ്പം നിന്നോട് പറഞ്ഞത്. എന്നാലും നീ ആദ്യം മുതൽ എന്നോട് പറയണമായിരുന്നു. നീ ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടുകാരില്ലെന്ന് എനിക്ക് മനസ്സിലായടി. ഇതാണ്, തരം കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അവനവൻ്റെ കാര്യങ്ങളെല്ലാം ആരിൽ നിന്ന് മറച്ചു പിടിക്കും. ഇതാണോടി കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഒത്തിരി അവളെ വഴക്ക് പറഞ്ഞു. അവൾ പറഞ്ഞു, പ്ലീസ് എടീ, എൻ്റെ ജീവിതം നന്നാകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? നിനക്ക് അസൂയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ തണുത്തു. എനിക്ക് അസൂയൊന്നുമില്ല, നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള പരിഭവമുള്ളൂ. എടീ, അതിന് മാത്രമൊന്നും ആയിട്ടില്ലല്ലോ. കൺഫേം ചെയ്ത് ഞങ്ങൾ കൈ കൊടുത്തപ്പോഴേ നിന്നോട് വന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവൾക്ക് വാണിങ്ങി കൊടുത്തു. എടി, ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രേമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നിന്നെ പിരിച്ചുവിടും. പുള്ളിയുടെ സ്വഭാവം അറിയാമല്ലോ, നല്ല സ്വഭാവത്തിൽ നടക്കണമെന്ന് എപ്പോഴും പറയും. പിന്നെ കൊഞ്ചിക്കൊഴ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് അവനെ കൊണ്ടുവരാനും പറ്റില്ല. അപ്പോഴെന്താ ഉണ്ടാകുമെന്ന് അറിയാമല്ലോ. ഉടൻ തന്നെ ഡോക്ടർക്ക് റിപ്പോർട്ട് പോകും. അപ്പോഴേക്കും അവൾ, എടി നീ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അതിനൊന്നും ആയിട്ടില്ലല്ലോ. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വേണമെന്നോ എന്താ നിർബന്ധം? ആരും അറിയാതെ ഞാനത് മാനേജ് ചെയ്യും. നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ മോളെ, സൂക്ഷിക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് നിനക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് രാത്രി ഉറങ്ങാൻ നേരമായപ്പോഴേക്കും അവൾ കാമുകനുമായി സംഭാഷണം തുടങ്ങി. എന്നാ കാണുന്നതിനെയും നമ്മൾ എവിടെയാണ് കറങ്ങാൻ പോകുന്നത്? എന്താ ഫ്യൂച്ചർ പ്ലാന്? ബുള്ളറ്റിലിരുത്തി എന്നെ ഒത്തിരി ദൂരം കൊണ്ടുപോകണം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇന്ന് വരെ ഞാൻ ഒരു അന്യപുരുഷൻ്റെ ബുള്ളറ്റിൽ കയറിയിട്ടില്ല. എന്നെ കൊണ്ട് എവിടെ വരെ പോകും എന്നൊക്കെ ചോദിക്കുന്നു. അനാവശ്യമായ കൊഞ്ചലും കുഴച്ചിലും അവളുടെ ചിരിയും കിന്നാനും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വയറ്റിൽ അഗ്നി എരിഞ്ഞു. ദൈവമേ, എനിക്കിങ്ങൊരു ഭാഗം കിട്ടുന്നില്ല. ശരിക്കില്ലേ, അവളുടെ കാമനെ കാണാൻ സുരസുന്ദരനാണ്. ഇവക്കെങ്ങനെയാണ് ഇത്രയും നല്ല സുന്ദരനെ കിട്ടിയത്? ഇവളുടെ അത്രയും വെളുപ്പൊന്നുമില്ലെങ്കിലും എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്. ഞാനും സുന്ദരിയാണ്. എന്നിട്ട് അവൻ എന്നെ ശ്രദ്ധിച്ചില്ലല്ലോ. അല്ലേലും വിധിച്ചവനല്ലേ കിട്ടൂ. 2 പേർ പൈസ കൊടുത്ത് ലോട്ടറി എടുത്താൽ ഒരാൾക്ക് ലോട്ടറി അടിക്കും. അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് ഞാൻ ഓർത്തു. എന്നാലും എൻ്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. ഓരോ ദിവസമാകുമ്പോഴേക്കും അവൾ എന്നിൽ നിന്ന് അകന്നു. മിക്കവാറും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവൾ അവിടെ കാണില്ല. കാമുകൻ്റെ കൂടെ കറങ്ങാൻ പോകും. വരുമ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോണ്ട് വരും. അത്ര മാത്രമേ ഉള്ളൂ മെച്ചം. പതുക്കെ അവൾ വേറെ ലോകത്തേക്ക് പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഇത്രയും നാളും ഞങ്ങൾ രണ്ടുപേരും എന്ത് ആത്മാർത്ഥതയോടെയാണ് കഴിഞ്ഞത്. ഇപ്പോൾ അവൾക്ക് വേറെന്തെല്ലാം ബിസിയായി. വയ്യ, എനിക്ക് ഇത് താങ്ങാൻ വയ്യാൻ തോന്നി. അത്രയ്ക്ക് സ്ട്രെസ്സായിരുന്നു മാഡം. എനിക്ക് അസൂയാണോ അതോ പ്രശ്നങ്ങളാണോ ഒന്നും എനിക്കറിയില്ല. ഇതിനിടയ്ക്ക് അവൾ എന്നോട് വന്ന് പറഞ്ഞു, എടി ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പാർക്കിൽ പോയിരിക്കുകയായിരുന്നു. അവനാണെങ്കിൽ ഇല്ലയോ ചുമ്മാ അങ്ങ് പോയടി. സത്യം പറഞ്ഞാലില്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴില്ലേ വല്ലാത്തൊരു നൊമ്പരമടി. നീ ഒന്ന് നോക്ക്, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്നും. അതെന്താ, നിനക്ക് നോക്കിക്കൂടെ? നിൻ്റെ ദേഹമല്ലേ എടി. എന്നാലും നീ ഒന്ന് നോക്കിയിട്ട് പറ, എന്താ എനിക്ക് നൊമ്പരമെന്ന് മനസ്സിലാകുന്നില്ല. പാടുകളുണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതെന്താ, നിനക്ക് കണ്ണ് കാണില്ലേ എന്ന് ചോദിച്ചു. എടി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവൾ കെഞ്ചി കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ ആകെ ഒന്ന് എക്സാമിൻ ചെയ്തു.
പാടുകൾ എന്നെ കാണിക്കുക എന്നുള്ളതാണ് അവളുടെ മെയിൻ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലായി. ചുവന്ന തിണർത്ത പല പാടുകളും ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, ഇത് പോപ്പോ മാത്രമല്ലല്ലോ. അല്ലടി, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അവനാണെങ്കിൽ കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ നീ പറ, കൊച്ചു പിള്ളേരുടെ സ്വഭാവം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് കയ്യിലെടുക്കും. കയ്യിലെടുക്കുക മാത്രമല്ല, എന്താ ചെയ്യുക? എനിക്കിപ്പം മനസ്സിലായിടി മോളെ. എടി, പബ്ലിക് പ്ലേസ് വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കരുത്. കാര്യം നാളെ ഇൻ്റർനെറ്റിൽ വീഡിയോ ആയിട്ട് വരും. അവിടെയൊക്കെ CCTV ക്യാമറ കാണും. ഇല്ലടി, ഞങ്ങൾ അവിടെ ഒരു മരത്തണലിൽ ഇരുന്നിട്ടാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ചെടികൾ വളർന്നിരിപ്പുണ്ട്. സേഫായിരുന്നു മോളെ. എടി, ഞാൻ ഒരു കാര്യം പറയാം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും. നിങ്ങൾക്ക് സേഫായിട്ടുള്ള വേറെ സ്ഥലങ്ങളൊന്നും കണ്ടില്ലേ? എന്തിനാണ് പബ്ലിക് പ്ലേസിലിരുന്ന് വെറുതെ ആളുകൾക്ക് ന്യൂസൻസ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. എടി, അതും തുടങ്ങിയതല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഞാനങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെപ്പറ്റി എന്ത് കരുതും? അവൻ ഒന്ന് കൊതി പിടിക്കട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ സമ്മതിക്കും മോളെ എന്ന് പറഞ്ഞു. എന്തായാലും അവൾ മിടുക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സിൽ നല്ലപോലെ വിഷമങ്ങൾ, അസൂയകൾ ഒക്കെ വർക്കൗട്ട് ആയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, മോളെ, ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ കാണില്ല. രാത്രി വരുമ്പോൾ ഒരു 8 മണിയെങ്കിലും ആകും. ഞാനും അവനും കൂടെ ഒരു ട്രിപ്പിന് പോവുകയാണ്. ട്രിപ്പിനോ? അതേടി, ഞങ്ങൾ രണ്ടുപേരും കൂടി അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് വഴിക്കൊക്കെ നിർത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തിരി ഫോട്ടോ ഒക്കെ എടുക്കും. എനിക്കാണെങ്കിൽ ഒത്തിരി നാളായി നല്ല ഫോട്ടോസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവിടെ ഒരു റിസോർട്ടിൽ 4 മണിക്കൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ്. എടി, ആവശ്യമില്ലാതെ ഇങ്ങനെ പോകരുത് ആണുങ്ങളുടെ കൂടെ. അവസാനം പത്രത്തിൽ പേര് വരും. നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിവനെ കല്യാണം കഴിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോയാൽ മതി. ഇനി അവിടെ പോകുമ്പോൾ അവൻ്റെ സൗന്ദര്യമുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ റെഡിയാന്നിരിക്കും. എനിക്കത്രയേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഞാൻ പേടിച്ച് ജീവിതം ആസ്വദിക്കാതിരിക്കണോ? എടി, നീ നിൻ്റെ മുട്ടത്തോടൊക്കെ പൊട്ടിച്ച് പുറത്തു വാ. എന്നിട്ട് ലോകം ഒന്ന് മുഴുക്ക കാണും. നീ വിചാരിച്ച പോലെ ഞാനും ആദ്യം വിചാരിച്ചു. പക്ഷേ അവൻ അയച്ചു തന്ന പിക്ചറും വീഡിയോയും കണ്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് യാത്ര ചെയ്തേ പറ്റൂ. സവാരി ചെയ്യണം മോളെ. 4 മണിക്കൂറെങ്കിൽ 4 മണിക്കൂർ. അത് ഞാൻ 8 മണിക്കൂർ ആക്കിപ്പിക്കും. നോക്കിക്കോ. നിന്റെ പറച്ചിൽ കേട്ടാൽ നീ ഒരു വീഡിയോ കാണാത്ത പോലാണ്. അവൻ ഇനി അയച്ചു തന്നിട്ട് വേണോ വീഡിയോ കാണാൻ? നീ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇഷ്ടം പോലെ കാണുന്നല്ലേ? എടി, ആ വീഡിയോ ഒന്നുമല്ല, അവൻ്റെ സ്വന്തം വീഡിയോയും ഫോട്ടോയും ഒക്കെയാണ്. എങ്ങനെയാണ്? എൻ്റെ കാമുകനല്ലേ? അല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഞാൻ പറഞ്ഞു, ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണിക്കാമല്ലോ എന്നും. ശരി, പക്ഷേ നീ കണ്ടു മോഹിക്കരുത് എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ മോഹിക്കാൻ നടക്കുകയാണ്. എനിക്കൊരവസരം വരും കേട്ടോ. ആക്ച്വലി അവൾക്കത്ര താല്പര്യമില്ലായിരുന്നു എന്നെ ആ വീഡിയോ കാണിക്കാൻ. എങ്കിലും അവൾ എന്നെ കാണിച്ചു. വീഡിയോയും ഫോട്ടോയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഇളക്കം, ഭൂകമ്പം നടക്കുന്ന പോലെ, അണക്കെട്ട് തകർന്ന വെള്ളം പൊട്ടിയൊഴുക്കുന്ന പോലൊരു അനുഭവമായിരുന്നു എൻ്റെ ഉള്ളിൽ നടന്നത്. അവളെ കുറ്റം പറയാൻ പറ്റില്ല. ആണൊരുത്തനെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ചാടിപ്പോകും. അതും ഇത്രയും സൗന്ദര്യം മുഖത്തിന് മാത്രമല്ല, മറ്റ് എല്ലാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാണ് വീഡിയോ. എന്തായാലും മോളെ, നീ സൂക്ഷിക്കണം കേട്ടോ. ഒന്നും കണ്ട് ചാടിപ്പോയി മയങ്ങി പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞു. നിനക്കിതേ പറയാനുള്ളോ? സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം നിനക്ക് ആരാധന തോന്നുന്നില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ വലിയ ആരാധന തോന്നുന്നില്ല. എന്നാലും നിന്റെ ഇഷ്ടമല്ലേ, പോയിട്ട് വാ. നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഭർത്താവാക്കണോ വേണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഓക്കെ ഡി, ബി സേഫ്, പോയിട്ട് വാന്ന് പറഞ്ഞ് ഞാൻ അവളെ പറഞ്ഞു വിട്ടു. പക്ഷേ എനിക്ക് അസ്വസ്ഥയായിരുന്നു. അന്ന് ഒന്നും കഴിക്കാൻ പോലും തോന്നിയില്ല. അവൾക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ള ഭയമൊന്നും എനിക്കില്ല. പക്ഷേ അവളവിടെ തികഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഞാനെന്താണ് വെറുതെ ഉച്ചക്കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. പക്ഷേ ആരോട് പറയാനാണ്? അസൂയപ്പെട്ടിട്ട് കാര്യമില്ലാത്തൊരു കാര്യമാണ്. ഞാനായിട്ട് തിരഞ്ഞ് ഇനിയൊന്ന് കണ്ടുപിടിക്കണം. പക്ഷെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കതിനുള്ള മിടുക്കുമില്ല. സോഷ്യൽ മീഡിയയിൽ ചാഞ്ഞും ചരിഞ്ഞും ഇനി ഞാൻ ഫോട്ടോ ഇടും. എന്നെ തേടിയും ഒത്തിരി പേർ ഇൻബോക്സിൽ വരട്ടെ. പലപ്പോഴും ഞാൻ വിചാരിച്ചതാണ്, ചെറിയൊരു പേടിയുള്ളത് കൊണ്ടാണ് അങ്ങനൊന്നും ചെയ്യാതിരുന്നത്. ഇനി അങ്ങനെയല്ല. രാവിലെ തൊട്ടേ ഞാൻ സുന്ദരി
സുന്ദരിയാണോ? ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി, ഇന്ന് ഞാൻ തോരൻ വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പടവിട്ടം അപ്ഡേറ്റ് ചെയ്യും. ഉറപ്പാണ്. ഒന്നും ഇല്ലാത്തതിലും ഭേദമല്ലേ എന്തെങ്കിലും ഉള്ളത് എന്ന് ഞാൻ ഓർത്തു. അവൾ വരുന്നത് വരെ ആകാംക്ഷയോട് കൂടി ഞാൻ കാത്തിരുന്നു. അവളെ വിളിക്കാനും പറ്റില്ലല്ലോ. പക്ഷേ അവൾ കറക്റ്റ് 10 മണിയായപ്പോഴാണ് വന്നത്. കാര്യം അവൾ വീട്ടിൽ പോയെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. 10 മണിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ താഴത്തെ അമ്മച്ചി വഴക്ക് പറയും. അവർ ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ. എന്തായാലും അവൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷണയായിട്ടാണ് വന്നത്. എന്നെ കണ്ടപ്പോഴേക്കും അവൾ ഒന്ന് ചിരിച്ചു. എടീ എന്തായി? ഓ എൻ്റെ പൊന്നുമോളെ, എനിക്ക് അനങ്ങാൻ വയ്യടി. നാളെ ഡ്യൂട്ടിക്ക് വരാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. 4 മണിക്കൂറെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി മോളെ. 10 മണിക്കൂറായെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ലടി, ഞാനാണെങ്കിൽ ഒരു മാജിക് വേൾഡിൽ പെട്ട പോലെ ആയിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് ഉറപ്പിച്ച് പറയാം, നീയും അടങ്ങി ഒതുങ്ങിയിരിക്കരുത്. ഉടനെ തന്നെ ഒരാളെ കണ്ടുപിടിക്കണം. കാര്യം കല്യാണം കഴിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് അറിയേണ്ട പ്രായം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഏതോരുത്തൻ കല്യാണം കഴിക്കാൻ വരും എന്ന് പറഞ്ഞ് ഇരുന്നാൽ മോളെ സ്വാഹയാണേ. ഇപ്പോഴേ തന്നെ നീ തുടങ്ങണം. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം പിൻവലിച്ചിരിക്കുന്നു. എന്താടിന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അവനെ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. മാക്സിമം മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടീ അവനെന്ന് പറയുമ്പോഴേക്കും ഒത്തിരി കുളങ്ങളിൽ കുളിച്ചു വന്ന ഒരു കൊക്കാണ്. അവനെ എന്തായാലും ഭർത്താവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ദിവസം എനിക്കവൻ നല്ല തേപ്പ് തരുമെന്ന് എനിക്കറിയാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ അവനിൽ കണ്ട ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അത് മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകുക. അവൻ തേക്കുന്നെങ്കിൽ പോയി തേക്കട്ടെടി, കെട്ടിടം പണിയട്ടെ. എടീ രാവിലെ പോയ നീയല്ലോ വൈകിട്ട് വന്നപ്പോഴേക്കും ആകെക്കൂടി മാറി മറിഞ്ഞല്ലോ. എന്തൊക്കെയോ ബോധോദയുണ്ടായ പോലെ. പിന്നെ ബോധം കയറുമ്പോൾ പിന്നെ ഇറങ്ങുമ്പോൾ ഒക്കെ നമുക്ക് ബോധോദയം ഉണ്ടാകും മോളെ. ഇതാണല്ലോ യഥാർത്ഥ ബോധോദയം എന്ന് പറഞ്ഞ് അവൾ മുഖമില്ലാത്ത ചില വീഡിയോയും കണ്ടു. ഞാൻ ചോദിച്ചു, ഇതെന്താടി ചെണ്ടമേളമോന്ന്? അവളാണെങ്കിൽ അമർത്തി ചിരിച്ചു എൻ്റെ തോളിൽ പിടിച്ചോണ്ട്. എന്നിട്ട് എന്നെ ഒന്ന് പോപ്പോയി വെടിച്ചു. പൊടിയപ്പുറത്ത് എന്ന് പറഞ്ഞു. അപ്പം നിനക്കിത് കാണണ്ടേ? കാണണം. ഞാനാണെങ്കിൽ ചെണ്ടക്കൊട്ടെല്ലാം കണ്ടുകൊണ്ട് നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ആ ആ ഇങ്ങനെയുള്ള ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എടീ മലയാളത്തിൽ ആ ആ എന്നൊരു പദമില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അപ്പോൾ അവളെൻ്റെ ചുണ്ടിൽ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു, ആ ആ എന്നുള്ള പദമില്ലായിരുന്നെങ്കിൽ ഞാൻ ഓ മൈ ഗോഡ് അല്ലെങ്കിൽ ഈ ഈ എന്ന് വിളിച്ചേനെവിടെ. ഇതിനൊക്കെ ശബ്ദം ഏതായാലും എന്താ, ശബ്ദിക്കണം, അത്രയല്ലേ ഉള്ളൂ മോളെ, അസൂയക്കാരി എന്ന് പറഞ്ഞ് അവളെന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞെടി, ഒരു വരി പാത 4 വരിയാക്കാൻ പോയ നിന്നെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? ട്രാഫിക്ക് കൂടും, അത്രയേ ഉള്ളൂ, എനിക്ക് വേറൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, ട്രാഫിക്ക് കൂടണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ ഹൈവേയിൽ എപ്പോഴും പച്ച സിഗ്നൽ കത്തിക്കിടക്കുമെന്നവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇളക്കമാണ്. ഇനി ഇവൾ ഇളക്കം നിർത്താൻ പോകുന്നില്ല. ഞാൻ വെറുതെ കനവ് കാണാം, അല്ലെങ്കിൽ വെറുതെ വഞ്ചി തുഴയാം, അല്ലാതെ ഒരിക്കൽ പോലും എനിക്ക് യാതൊരു ഗുണവും ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചു, എത്ര ഫോട്ടോ ഇട്ടു, പലരും വരുന്നു. നോക്കുമ്പോഴൊക്കെ ഇല്ലേ കുറേ ആംഗിൾസാണ്. അതൊക്കെ എങ്ങനെ മട അക്സെപ്റ്റ് ചെയ്യുക? അത്രയ്ക്കൊന്നും പ്രശ്നം എനിക്കില്ല. നല്ലൊരാൾ വരണം, നല്ല സൗന്ദര്യമുള്ള ഇവളുടെ കാമുകനെ പോലെ, അല്ലാതെ വേറൊരാളെ എനിക്ക് വേണ്ട. എൻ്റെ വാശിയാണ്. ഒരു ദിവസം എനിക്ക് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി ഉണ്ട്. അവൾക്കാണെങ്കിൽ രാവിലെ ആയിരുന്നു ഡ്യൂട്ടി. അവൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയേ. ചെന്നപ്പോൾ ഇത്തിരി തിരക്കുണ്ടായിരുന്നു. ഒരു 5 മണിയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഫോൺ എടുത്തിട്ടില്ല, അത് വീട്ടിൽ തന്നെയുണ്ട്. എന്നാൽ പോയി എടുത്തോണ്ട് വരാം കൂടെയുള്ള ആളോട് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു. 100-300 മീറ്റർ അല്ലേ ഉള്ളൂ, പെട്ടെന്ന് വരാം, ഒരു 10 മിനിറ്റ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നു. മുകളിലത്തെ നിലയായതുകൊണ്ട് കോളിംഗ് ബെല്ലില്ല. കഥകൾ തട്ടി ഞാൻ അവളെ വിളിച്ചു. പക്ഷേ ഒരു റെസ്പോൺസുമില്ല. കിടന്ന് ഉറങ്ങുകയാകും. കാര്യം അങ്ങനെയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ കിടന്നുറങ്ങും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് ചിലപ്പോൾ എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റ് പാചകം ചെയ്യും. ഇതൊക്കെയാണ് പരിപാടി. ഷോ എന്തൊരു ബോധം കിട്ടും, ഉറക്കമാണ്. പക്ഷേ ഞാൻ അകത്തു നിന്ന് അപ്പോൾ ചില ശബ്ദങ്ങൾ കേട്ടു. അവൾ വന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതാ നല്ലതും, ഇപ്പം തന്നെ 2 ആയില്ലേ എന്നൊക്കെ പറയുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ മുട്ടിയതൊക്കെ അവർ കേട്ടു. 2 പേര് അകത്തുണ്ടായിരുന്നു. ദൈവമേ എന്തൊരു ഡേഞ്ചറസ് ആണ്. താഴത്തെ അമ്മച്ചി കണ്ടു കഴിഞ്ഞാൽ പോയി. ഞാൻ ഒന്നുകൂടി മുട്ടി കഴിഞ്ഞപ്പോഴേക്കും
അവൾ വന്ന് വാതിൽ തുറന്നു. ഡ്രസ്സൊക്കെ ചെയ്ത് അവനും ഒരു എളിഫനായി പുറകെയുണ്ട്. ഒരു ചമ്മയെ ചിരിച്ചിരിച്ചു. ഞാൻ ചോദിച്ചു, എടി എന്ത് റിസ്ക്കാ കാണിച്ചത്? താഴെയുള്ള അപ്പച്ചനും അമ്മച്ചിയും കണ്ടു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണ്. ഉടനെ ഡോക്ടറോട് വിളിച്ചു പറയും കേട്ടോ. അപ്പോൾ അവൾ ചിരിച്ചോണ്ട് പറഞ്ഞു, എടി അപ്പച്ചനെയും അമ്മച്ചിയും കൊച്ചുമോള് വന്ന് എങ്ങോ കറങ്ങാൻ കൊണ്ടുപോയി. അവർ വിദേശത്താകാണ്ടല്ലേ വന്നപ്പോൾ കൊണ്ടുപോയതാണ്. ഇനിയിപ്പം അവർ വൈകിട്ട് വരൂ. അമ്മച്ചിനോട് പറഞ്ഞിരുന്നു സേഫാ മോളെ, ആരും കണ്ടില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യമാണ് വന്നത്. അവൻ പോകാൻ തുടങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തായാലും ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞാൻ എന്തായാലും ഇത് ഡോക്ടറോട് പറയും. നിങ്ങൾ തമ്മിലുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളുമൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ ഡോക്ടറെ കാണിക്കും. എടി നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനു ഞാൻ ദ്രോഹിക്കുന്നത്? ഞാൻ പ്രേമിച്ചത് തെറ്റാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രേമിച്ചത് തെറ്റൊന്നുമല്ല, പക്ഷേ ഇത് കല്യാണം കഴിക്കാനുള്ള പ്രേമമൊന്നുമല്ലല്ലോ, ചുമ്മാ ടൈം പാസ് അല്ലേ. അങ്ങനെ നീ മാത്രം പ്രേമിച്ചാൽ മതിയോ? എനിക്ക് വെറുതെ എങ്ങനെ ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്, നീ എന്താടി പറഞ്ഞു വരുന്നത് എന്ന് അവൾ ചോദിച്ചു. ഈ കാര്യങ്ങളൊന്നും ആരോട് പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെതായ അനുഭവങ്ങൾ വേണം. നിന്റെ കാമുകനെ എന്തായാലും നീ കല്യാണം കഴിക്കുന്നില്ല, അപ്പോൾ പിന്നെ എനിക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അവൾക്കപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തായാലും എൻ്റെ കാര്യം കൂടി, എനിക്കും ഏതം തോട്ടത്തിലെ കനി ഒന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ കൺട്രോൾ അങ്ങ് വിട്ടുപോകുകയായിരുന്നു. ഡ്യൂട്ടിക്കിടയിലാണെന്ന് പോലും ഞാൻ മറന്നുപോയി. അവൾ പറഞ്ഞു, സാരമില്ല, സമാധാനമുണ്ടാക്കാം, നീ കിടന്ന് അലയ്ക്കാതെ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. ഡ്യൂട്ടിക്കിടയിലാണെന്ന് നിനക്ക് ഓർമ്മയില്ലെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അവൻ രാത്രി വരാമെന്ന് പറഞ്ഞു. രാത്രി റിസ്ക് ആകില്ലേ? അവൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പം ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം എനിക്ക് പിടികിട്ടിയ സ്ഥിതിക്ക് ഞാൻ രാത്രി വന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കാത്തിരുന്നു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, നീ ചെയ്യുന്നത് ദ്രോഹമാണെന്ന്. ഞാൻ പറഞ്ഞു, കല്യാണം കഴിക്കാതെ ചുമ്മാ കറങ്ങി നടക്കുന്നതും ഒരു ദ്രോഹമാണ്, നിനക്കാകാമെങ്കിൽ എനിക്കും ആകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, സാരമില്ല, നിന്റെ കാര്യം നടക്കട്ടെ, നീ ഒരു പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവൾ സമ്മതിച്ചു. അന്ന് എനിക്ക് മദ്ദളമേളമായിരുന്നു. അന്നാണ് ഞാൻ ആശിച്ച് തപ്പ് കൊട്ടാമ്പുറവും തകിലി കൊട്ടാമ്പുറവും കണ്ടത്. ഞാനും ആഞ്ഞു തുള്ളി. അവളേക്കാൾ മികച്ചൊരു അവാർഡ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൻ നല്ല വാക്കുകൾ പറയണം, എന്നെ സുന്ദരിയെന്ന് അഭിനന്ദിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം അവസാനം സംഭവിച്ചു. അവൻ എന്നോട് പറഞ്ഞു, കണ്ടാൽ പറയില്ല ഇത്രയും കാലിബർ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കാലിബർ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അവൾ കേൾക്കെ തന്നെ ഞാൻ ആ തൊട്ട് വരെ ഒന്ന് അലറി വിളിച്ചു. അവളും അസൂയപ്പെടട്ടെ. എന്തായാലും എൻ്റെ നാക്കിൻ്റെ അന്നേരത്തെ ഒരു ഗുണം കൊണ്ട് എനിക്കും ഒത്തിരി ഇഷ്ടങ്ങൾ നടത്താൻ സാധിച്ചു. അങ്ങനെ മാഡം, ഞങ്ങൾ രണ്ടുപേരും പൊരുത്തപ്പെട്ട് ഇത്രയും നാൾ മുന്നോട്ട് പോകുകയായിരുന്നു. പക്ഷേ കുറച്ച് നാൾ മുമ്പ് എനിക്ക് വീട്ടിൽ നിന്ന് വിളിച്ച് ഒരാലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെക്കൻ കാണാൻ വരുന്ന സമയത്ത് ഇവളും കൂടി ആത്മാർത്ഥം നടിച്ച് എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത്. വന്ന ചെക്കൻ ഇതേപോലെ തന്നെ നല്ല സുന്ദരനാണ്, നല്ല ജോലിയുണ്ട്. ചെക്കന് എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ചെന്നപാടെ തന്നെ കല്യാണം വേഗം നടത്താം എന്നുള്ള രീതിയിലുമായി. പക്ഷേ അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി കളം മാറ്റി ചവിട്ടി. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല, അത്ര പെട്ടെന്ന് നീ സെറ്റിലാകണ്ട, അത് ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞടി, അങ്ങനെ ഒരു ദ്രോഹവും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം നിന്റെ ഭർത്താവിനോട് പറയുക. എൻ്റെ കാമുകനെ കണ്ടപ്പോൾ നീ ഉറഞ്ഞു തുള്ളിയല്ലോ, അതേപോലെ അവൻ നിന്റെ ഭർത്താവായി കഴിയുമ്പോഴേക്കും എന്നെയും ആ കൂട്ടത്തിൽ അങ്ങ് കൂട്ടുക എന്ന് പറഞ്ഞു. മാഡം, അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ ടെൻഷനാണ്. ഞാൻ ഒക്കെ വാക്ക് കൊടുത്തു. ഈ കല്യാണം ഏതെങ്കിലും രീതിയിൽ അവർ മുടക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. അതുപോലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവളുടെ വാക്കുകൾ ഞാൻ സാധിച്ചു കൊടുക്കുക? ഭർത്താവിനോട് എങ്ങനെ പറയും? അതൊക്കെ ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എൻ്റെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കുകയാണ്. മാഡം, എൻ്റെ ആവേശത്തിൻ്റെ ഫലം തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഈ സിറ്റുവേഷൻ എങ്ങനെ മറികടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൽക്കാലം അവർക്ക് സാധകമായി നിൽക്കുക. ഓക്കെ മോളെ, വിവാഹം കഴിയട്ടെ എന്ന് പറഞ്ഞ് വളരെ നന്നായി നിൽക്കുക. പിന്നെ എന്തെങ്കിലും തെളിവുകളോ ഫോൺ സംഭാഷണങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക. പിന്നെ ഇതേപോലുള്ള അലകുലതകൾക്ക് പോകാതിരിക്കുക. ഈ വിഷയത്തെപ്പറ്റി പിന്നീട് സംസാരിക്കാതിരിക്കുക. അങ്ങനെ ഏകദേശമൊക്കെ ആശ്വസിച്ച് കല്യാണം കഴിയുക.
കല്യാണം കഴിഞ്ഞ് പിന്നെ ആ ജീവിതം എങ്ങനെയാണ്, ഭർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുസരിച്ചിരിക്കില്ലേ ഇതൊക്കെ പറഞ്ഞതും പറയാതിരിക്കുന്നതും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുക. ഭർത്താവിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവളോട് നോ പറയുക. അപ്പോൾ അവൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവൾ അസൂയുണ്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞ് മാനേജ് ചെയ്യുക. ആ വരുന്ന സിറ്റുവേഷനെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറ്റുകയുള്ളൂ. ഓരോ സിറ്റുവേഷനെയും ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനേ ഇത്തരം കാര്യങ്ങൾ പറ്റുകയുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഒരു പരിഹാരമൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആൾക്കാരെ മാനേജ് ചെയ്യുന്നതിലും ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യുന്നതിലുമാണ് ഇതിൻ്റെ ഡീലിങ്സ് ഒക്കെ ഇരിക്കുന്നത്. അല്ലാതെ പെട്ടെന്നൊരു സൊല്യൂഷൻ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല.